കുഞ്ഞിനെയും കൊണ്ട് വാക്സിനേഷന് പോവുകയാണ് കേട്ടോ. അവൾക്ക് 1.5 വയസ്സിൻ്റെ വാക്സിനേഷന് ടൈം ആയിട്ടുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഇവിടുത്തെ FHCയിൽ എന്തുള്ളത് വാക്സിനേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ പോയി വന്നിട്ട് നമുക്ക് എന്താ പോകണം, പൈപ്പിന് വെള്ളം വിടാൻ പോകണം. വെള്ളമില്ല. അപ്പം അത് വന്നിട്ട് വേണം പോകാം. അപ്പം ഇന്നത്തെ 2 കാര്യങ്ങളാണിത്. കണ്ടോ, വയലൻ്റ് ആകുന്നതിന് മുമ്പുള്ള ശാന്തത കണ്ടോ നിങ്ങൾ? ഇനി ഏത് നിമിഷം എന്ത് സംഭവിക്കാം. കുത്തിവയ്പ്പ് കഴിഞ്ഞാലറിയാം എന്നെ ഇന്ന് ഉറക്കുമോ എന്നുള്ള കാര്യം. ഇപ്പോൾ ആൾ നല്ല ഉറക്കമായിട്ടുള്ളത് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ അംഗനവാടി കേട്ടോ. കുത്തിവെക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ വെറുതെ അംഗൻവാടിയിലോട്ട് വന്നതാണ്. അവിടെ കുത്തിവയ്പ്പിൻ്റെ ബുക്ക് കിട്ടിയുള്ളത്. നമ്മളിതാ എത്തി ആച്ചത്തിലെത്തി. കൊഞ്ച് കിടക്കുവാണോ? ആചിച്ചിൽ വന്നിട്ട് കിടക്കുവാണോ? കുഞ്ഞൂസിന് കുത്തൊക്കെ കിട്ടിയതാ. കുഞ്ഞൂസ് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി ടീച്ചറിനോട് പരാതി പറയുകയാണ്. എവിടെയാ കുത്തി കിട്ടിയേ? കുഞ്ഞൂസിന് എവിടെയാ സൂചി വെച്ചേ? നമ്മുടെ അംഗൻവാടിയിലെ പൂന്തോട്ടം. കൊടിമരം കളിക്കുന്ന ഞാൻ കണ്ണിക്കുത്തും പൈപ്പ് തുറക്കാം. അപ്പം നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വാക്സിനേഷനെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഹോസ്പിറ്റലിൽ ഒരു കാര്യം എനിക്ക് എടുക്കാൻ പറ്റില്ല. കുഞ്ഞ് വല്ലാണ്ട് കരച്ചിലും ബഹളവും ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റയ്ക്കായിരുന്നു പോയത്. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് പോക്കാണ്. അപ്പോൾ അതിനും അത് അവൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അതുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ പോകുന്നത് ഏട്ടനും അമലേട്ടയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നോക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. സനീഷ് ഫ്രണ്ടിൽ നടപ്പുണ്ട്. നമുക്ക് പോയി നോക്കാം എവിടെയാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്, എന്താണ് അവസ്ഥ എന്നൊക്കെ. ഇവിടെ മൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തും പറ്റാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൂരിതായിരിക്കും. നമുക്ക് ഏതായാലും പോയി നോക്കാം. കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് ഗൈസ്. കാരണം വെച്ചാൽ കുറച്ച് മുകളിലാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ കാടാണ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ആർളം ഫാം, അതാണ് നമ്മുടെ സ്ഥലം. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. പിന്നെ ആനയുണ്ട്, കുതിരയുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ആനയുണ്ട്, മലാനുണ്ട്, പന്നിയുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് മൃഗങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. രാത്രിയൊക്കെ ആയാൽ ഇവിടെയൊക്കെ ഫുള്ള് ശല്യമായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഏപ്പ് ഇവിടെയാണ്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം വെള്ളം വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ വെള്ളം വരുന്നില്ല, ചെറുതായിട്ടേ വരുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ കുഴി വരെ പോകേണ്ടി വരും, അതല്ലെങ്കിൽ പകുതിക്ക് നമുക്ക് തിരിച്ചു വരേണ്ടി വരും. ഇനിയിപ്പോൾ ആണ് കാട് പിടിച്ച വഴി കേട്ടോ. ആൾതാമസം വളരെ കുറവാണ്. ഇനി ഇടയ്ക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അവിടെയൊന്നും ആൾതാമസമില്ല. വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ശല്യം വളരെ വളരെ കൂടുതലാണ് ഇവിടെ. സനീഷ് കത്തിയൊക്കെ എടുത്ത് മുന്നിൽ നടക്കുന്നുണ്ട്. എന്താവുമെന്ന് നോക്കി പോവാം. കണ്ടോ, ഇപ്പോൾ അവിടെ ഒരു സൗണ്ട് കേട്ടു. നിങ്ങൾ നമുക്ക് മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് അത്ര ക്ലാരിറ്റി ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. മലാനോ അങ്ങനെ എന്തോ ഒരു മൃഗം ഓടിയിട്ടുണ്ട്, അതിൽ കൂടെ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മൃഗങ്ങളെ ശല്യം കേട്ടോ. ഞങ്ങൾ ഈ ഭാഗത്തോട്ടൊന്നും ഇറങ്ങാറില്ല. കാരണം വെച്ചാൽ ആന, പന്നി, മലാൻ ഇതുണ്ടോ, ഇതൊക്കെ വീടാണ്. പക്ഷേ ഇവിടെയൊന്നും ആൾതാമസമില്ല. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 1-2 വീട്ടിൽ ആൾതാമസമുണ്ട്. ഈ ഭാഗത്തോട്ടാണ് അത് ഓടിയത്. നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല, നമ്മൾ ഒച്ച കേട്ടപാടെ അത് ഓടി. അതുകൊണ്ടാട്ടോ കാണിക്കാത്തത്.
ഇവിടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇവിടെ ഒരു ഏപ്പുണ്ട്, വെള്ളമില്ല. ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു നോക്കേ, മൊത്തം കാടാ. അതിലൂടെ എല്ലാം മൃഗങ്ങൾ ഓടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആൾക്കാർ വരുമ്പോഴത്തേനും ഓടുന്നതാണത്. ഇത് നൈറ്റ് ആന പറിച്ചിട്ടതാന്ന് തോന്നുന്നു. ആനശല്യമെല്ലാം കൂടുതലാണ്, ആന പറിച്ചിട്ടതാ. പൊട്ടിച്ചിട്ടതാണ് ആന. മിക്കവാറും നമ്മൾ പോകുന്നതിൻ്റെ അങ്ങോട്ടേക്ക് മേലേക്ക് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പകലൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്ക് കുടിവെള്ളം വേണമല്ലോ, അതുകൊണ്ട് പോയേ പറ്റൂ. ആ കാട്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഒരു വീടുണ്ട് കേട്ടോ. എല്ലാം കാട് മൂടിപ്പോയി, ആൾത്താമസമില്ലാതെ പണിയെടുപ്പിച്ചിട്ടേക്കുന്ന വീടുകളാണ് അതൊക്കെ. ഇതെല്ലാം ആൾക്കാർക്ക് കൊടുത്ത സ്ഥലങ്ങളാണ്, പക്ഷെ ആൾക്കാർ വന്ന് നിൽക്കാത്തതാണ്. നമ്മളിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നടന്നെത്തിയിട്ടാ. ഇവിടെ ഒരു മരം കണ്ടോ, വലിയ മരമാണ്. പിന്നെ അങ്ങോട്ടേക്ക് കാണുന്നതെല്ലാം കാടാട്ടാ. പിന്നെ ഈ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ വെള്ളമില്ല. നമുക്കിവിടെ ഒരു ഏപ്പുണ്ട്, സനീഷ് അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇവിടം വരെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും അങ്ങോട്ടേക്ക് മേലോട്ട് കയറി പോകേണ്ടി വരില്ല. നമ്മൾ അങ്ങോട്ടേക്ക് കണ്ട ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അങ്ങനെ കയറിപ്പോയാലാണ് നമ്മൾ വെള്ളത്തിൻ്റെ കുഴി, ഓലി എന്നൊക്കെ പറയും നമ്മൾ. അവിടുന്ന് പൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വെള്ളം എടുക്കുന്നത്. പിന്നെ ഈ മേലെ സൈഡ് കാണുന്നുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 1-2 വീടുണ്ടെന്ന് ഉണ്ട്. അവിടെ കാണുന്ന ആ കുറച്ച് മേലെ കാണുന്ന ആ വീട്ടിലൊക്കെ, ഈ കാണുന്ന വീട്ടിലല്ല, അതിൻ്റെ മേലെ ഒരു വീടുണ്ട്, ക്യാമറയിൽ തിരിയാത്തതാണ്. ആ വീട്ടിലൊക്കെ ആൾ താമസമുള്ളത് കേട്ടോ. അവരെ പറമ്പിൽ അവർ കുരുമുളകും കാര്യങ്ങളെല്ലാം നട്ട് കൃഷി ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, കാരണം നമ്മൾ ഫോണിലാണ് ഇത് എടുക്കുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ? നമുക്ക് എന്തായാലും അത്ര ദൂരം അങ്ങോട്ടേക്ക് പോകേണ്ട ഇതില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ഏതായാലും വെള്ളം പൊട്ടിയതാട്ടോ. അതുപോലെ മൃഗങ്ങളോ രാത്രിയിൽ മൃഗങ്ങളും അതും ഇതെല്ലാം പോകുന്നതുകൊണ്ട് പൊട്ടിയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കുത്തിയിട്ടിട്ട് നമുക്ക് താഴോട്ട് പോവാം. അപ്പം നമ്മൾ അവിടുന്ന് ഏപ്പ് കുത്തി വിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ഇവിടം വരെ വെള്ളം എത്തിയിട്ടുണ്ട്. അവിടെ ഊരിപ്പോയിട്ടുണ്ട്. എല്ലായിടത്തും ഏപ്പാണ്, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്നും ഊരിപ്പോവും. അവിടെ വലിക്കുമ്പോൾ ഇവിടെ വരും, ഇവിടെ വലിക്കുമ്പോൾ അവിടെ വരും, അങ്ങനെയാണുള്ളത്. അപ്പോൾ സനീഷ് അത് കുത്തിയിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് നടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന മിഷൻ സക്സസ് ആയിട്ടുണ്ട്. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാ, വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർത്തമാനം പറയുന്നതായിട്ട് ആ വീട്ടിലെ പട്ടി വന്നു കണ്ട, ആ മേലെ വീട്ടിലെ പട്ടി, അത് നമ്മൾ വർത്തമാനം പറയുന്നതായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നമ്മൾ വന്ന മിഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ അവിടെ നിന്നെല്ലാം ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ്. നല്ല മൃഗങ്ങളും ആയിരിക്കും, അല്ലാതെ വേറൊന്നും ഒച്ച കേൾക്കാനില്ല ഇവിടെ ഒന്നും. അതേപോലെ വേറൊരു മരം കണ്ടോ, എന്നെ ഹൈറ്റാണ് നോക്കണേ. നോക്കിക്കേ, ഈ ഹൈറ്റ് ഉണ്ട്. ഇതിനെക്കാട്ടിലും വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഹൈറ്റില്ലേ? അവിടെ ഒറ്റിരുന്ന് ഏപ്പൂരി നോക്കുക കേട്ടാ, വെള്ളം വരുന്നുണ്ടോന്ന്. അവിടുന്ന് വിട്ട് നമ്മൾ വീട്ടിലെത്തുന്നിടം വരെ ഊരി നോക്കണം, അല്ലെങ്കിൽ എയർ കൊടുങ്ങും. അതുകൊണ്ട് എല്ലാ ഏപ്പും ഊരി നോക്കുക. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നാലും വെള്ളം അങ്ങനത്തിലുണ്ടാവില്ല. വരുന്നില്ലേ? ബാ പോവാ.
ഏകദേശം നമ്മൾ നടന്ന് തിരിച്ച് വീടിൻ്റെ അവിടെ എത്താറായി. വെള്ളം ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ ഊരിയപ്പോൾ ഇത് ഭയങ്കര ചൂടാണ്. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെയിൽ എത്രത്തോളം ഉണ്ടെന്നും ചൂടെങ്ങനെയായിരിക്കുമെന്നും. അങ്ങനെ നമ്മൾ വെള്ളത്തിന് പോയി തിരിച്ച് വെള്ളം വിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തെത്താറായി. അടുത്തെത്തി. ആ കാണുന്നതാണ് വീട്. 2 വണ്ടി കിടക്കുന്നുണ്ട്. സനീഷ് അതിലെ ഓട്ടെ, നമുക്ക് ഇതിലേ പോവാം. നമുക്ക് റോട്ടിൽ കൂടെ പോവാം, അവൻ കാട്ടിൽ കൂടെ നടക്കട്ടെ. കാടല്ല കേട്ടാ, അതിലൂടെയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ അതിലേ പോയത്. പിന്നെ ഈ വീടാണ് നമ്മുടെ ഷോർട്സിലെ മെയിൻ ലൊക്കേഷൻ. അതായത് ഷോർട്ട് വീഡിയോ എടുക്കുന്നതിൽ ഫുൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ വീട് തന്നെ കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മൾ ഷോർട്സും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം വരുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് കയറ്റാണ്. അതുകൊണ്ട് ഫോഴ്സ് കുറഞ്ഞ വെള്ളം കയറുള്ളൂ. അപ്പോൾ കുറച്ച് താമസം എടുക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മാത്രമേ എയർ തള്ളുള്ളൂ. അല്ലെങ്കിൽ വെള്ളം അവിടെ വരാൻ നിൽക്കില്ല. അപ്പോൾ ഗായ്സ് വെള്ളം വന്നു കേട്ടാ. അങ്ങനെ മൊത്തത്തിൽ പൂർണ്ണമായിരിക്കുന്നു നമ്മുടെ മിഷൻ. കാരണം വെള്ളം ഇങ്ങ് വീടിൻ്റെ അവിടം വരെ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുത്തി വിട്ടാൽ മതി, അവിടെ എത്തിക്കോളും. ഒരാളവിടെ കുഞ്ഞൂസിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആയി പറയണ്ട, കാണൂല. അവിടുന്ന് കുറച്ച് കയറ്റമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് കണ്ട അത്ര ശക്തിയൊന്നും ഇല്ല വെള്ളത്തിന്. കുറച്ച് കയറ്റാണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ടാറ്റാ.